ഇപ്പോൾ എൻ്റെ ഈ മുമ്പിലുള്ള ഇവിടേക്ക് ഈ പാറയൊക്കെ എവിടെന്നോ പൊട്ടിയിട്ട് താഴോട്ട് വന്നതാണ്. ഇങ്ങനെ ഏത് സമയവും വേണമെങ്കിൽ പാറകൾ താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. നല്ല ഫോട്ടോ ഫ്രെയിമുകളാട്ടോ അതൊക്കെ. സാൻസ്കർ നദിയും ഇൻഡസ് നദിയും കൂടെ കൂടിച്ചേരുന്ന പോയിന്റ്. ലമയൂർ മൊണാസ്ട്രി കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലുവൻസ് പോയിന്റ് ആണ് കേട്ടോ. ഇൻഡസ് റിവറിൻ്റെയും ദെൻ സാൻസ്കർ റിവറിൻ്റെയും കൂടെ ഒരു ജോയിനിങ് പോയിന്റ് ഉണ്ട്, കോൺഫ്ലുവൻസ് പോയിന്റ് ഉണ്ട്. സോ അതാണ് എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് 86 കിലോമീറ്റർ, 1 മണിക്കൂർ 41 മിനിറ്റ്, ഏകദേശം ലേയുടെ തൊട്ടടുത്താണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. 1 മണിക്കൂർ 41 മിനിറ്റ്, 86 കിലോമീറ്റർ, 2:34 എത്തുമെന്നാണ് പറയുന്നത്. സോ അങ്ങോട്ട് വിടാം. ബ്രോ, then I am going. Okay. Just call me if anything required. Okay. Thank you. Bye. Yeah. You have my number, right? Okay. Thank you. Bye. അവർക്ക് ചെറുതായിട്ട് പണി കിട്ടി. അവരുടെ ക്ലച്ച് കേബിള് പൊട്ടിപ്പോയി. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്പെയർ അവരുടെ കയ്യിൽ ഫിറ്റ് ചെയ്ത് നോക്കി. പക്ഷേ എന്തോ ഒരു ക്ലച്ച് കേബിൾ ഫിറ്റ് ചെയ്യുന്നിടത്തുള്ളൊരു നട്ട് എന്തോ ഊരിപ്പോയിട്ടുണ്ട്. അതിൻ്റെ സ്പെയർ ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അടുത്ത ഷോപ്പ് നോക്കണം എന്നാണ് അവർ പറയുന്നത്. സോ എനിക്കിനി 3:30 ആവും എത്തണമെങ്കിൽ. 2:50 ഒരു അരമണിക്കൂർ ലേറ്റായി. അത് കുഴപ്പമില്ല. ഇനി 88 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഒരു ക്ലച്ച് കേബിൾ സ്പെയർ എവിടെന്നേലും വാങ്ങണം. ലേയിൽ ബജാജിൻ്റെ ഷോറൂം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവഞ്ചറിനും പൾസറിനും ഒരേ ക്ലച്ച് കേബിളാണ്. സോ അവഞ്ചറിൻ്റെ അല്ലെങ്കിൽ പൾസറിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ക്ലച്ച് കേബിൾ, ഒരു സ്പെയർ വാങ്ങി വെക്കണം. അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗും വാങ്ങി വെക്കണം. അതുപോലെ തന്നെ എനിക്ക് ചെയിന് ഒന്ന് ടൈറ്റാക്കാനോ ലൂസാക്കാനോ എന്തോ ഒന്നുണ്ട്. ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ബട്ട് വണ്ടി മൂവ് ആകുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഒരു 87 കിലോമീറ്റർ കോൺഫ്ലുവൻസ് പോയിന്റിലേക്ക് 3:30 ആവും അവിടെ എത്താനായിട്ട്. 1.25 മണിക്കൂർ യാത്രയുണ്ട്. സോ ഇത് മൊത്തം ചുരമാണ്. ഹൈ പാസുകളുടെ നാടാണല്ലോ ലഡാക്ക് എന്ന് പറയുന്നത്. ലഡാക്ക് ഈസ് ദ ലാൻഡ് ഓഫ് ഹൈ പാസസ്, നോൺ ആസ് ദ ലാൻഡ് ഓഫ് ഹൈ പാസസ്. സോ ഈ മലയുടെ കളർ നോക്കിയേ, ചുവപ്പ് റോസ് കളറങ്ങാനുണ്ടോ. മലയുടെ ഏറ്റവും താഴെ കൂടെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റും മലകൾ, പല തരത്തിൽ, പല നിറത്തിൽ, പല നിറത്തിലുള്ള മലകൾ. ദൂരം എഴുതിയിട്ടുണ്ട്. കൽസെ 6 കിലോമീറ്റർ, ആൽച്ചി 39, സാസ്പോൾ 44. ഇത്രയും സ്ഥലങ്ങൾ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലേ എയർപോർട്ട് 104, ലേ 106, കർദുങ്ല 155, ഹണ്ടർ 231, പാങ്കോങ്സോ ലേക്ക് 254, സോമോരിരി ലേക്ക് 327, മണാലി 597. എന്തോ കരിഞ്ഞു ഉണക്കുന്നുണ്ട് വണ്ടിയിൽ നിന്നാണോ അല്ലെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ പോകുന്ന ഈ ശ്രീനഗർ ലേ ഹൈവേയിൽ എല്ലാ വില്ലേജിലും എല്ലാ സ്ഥലത്തും റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള ധാബകളോ റെസ്റ്റോറൻറ്റ്സോ ഉണ്ട്. സോ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ടിയില്ല. പക്ഷേ പെട്രോൾ പമ്പുകളാണ് ലിമിറ്റഡ്. പെട്രോൾ ഒന്നുകിൽ പ്ലാൻ ചെയ്ത് അടിച്ചിട്ട് വരിക,
അല്ലെങ്കിൽ എക്സ്ട്രാ ജെറിക്കാൻ എന്തെങ്കിലുമൊക്കെ കരുതാം. ഈവൻ അത് 2 വീലർ ആയാലും 4 വീലർ ആയാലും. നമ്മൾ കാർഗിൽ നിന്ന് പെട്രോൾ പമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പ് ഉള്ളത് ഇവിടെയാണ് കേട്ടോ. അതായത് കൽസെ എന്ന് പറയുന്നൊരു വില്ലേജ് ഉണ്ട്, KALTSE, കൽസെ. ഈ കൽസെ വില്ലേജിലാണ് പിന്നെ കാർഗിൽ കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പ് ഉള്ളത്. കാർഗിൽ ടു കൽസെ ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഇത് ഇവിടെ ആരും സൈക്കിളിലൊക്കെ യാത്ര പോകുന്നവരൊക്കെ കാണാം കേട്ടോ. NH1 ശ്രീനഗർ ടു ലേ ഹൈവേ, നാഷണൽ ഹൈവേ 1. നമ്മൾ സോനാമാർഗിൽ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ചറപറ ലേ-ലഡാക്ക് പോകുന്ന ആളുകളെ കാണാൻ പറ്റും. സൈക്കിളിൽ, പിന്നെ ഹിച്ച് ഹൈക്കിങ് ചെയ്തിട്ട്, ബൈക്കിൽ, കാറിൽ, എന്തൊക്കെ വണ്ടികളുണ്ട് ആ വണ്ടികളിലൊക്കെ, പ്ലസ് നടന്നു പോകുന്നവരുണ്ട്. എനി മോഡ് ഓഫ് ട്രാവൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇഫ് യു ആർ എ ട്രാവൽ എന്തൂസിയസ്റ്റ് ദെൻ മോഡ് ഓഫ് ട്രാവൽ ഇസ് നോട്ട് ആൻ ഇഷ്യൂ ഫോർ യു. 2:18 ഫുഡ് ഇതുവരെ കഴിച്ചില്ല. ഇവിടെ ഫുഡ് കിട്ടാനുണ്ട്, പക്ഷേങ്കിൽ ഞാൻ ലേറ്റാവും. അതുകൊണ്ട് എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് 3:30 ഡെസ്റ്റിനേഷൻ എത്തും. അപ്പോൾ കഴിക്കാം. അതുമല്ല ഇപ്പോൾ വിശക്കുന്നൊന്നുമില്ല. വൈഷ്ണോദേവി ദാബ എന്ന് പറഞ്ഞിട്ട് ഒരു ദാബ നെറ്റ്വർക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ ഒരു റെസ്റ്റോറൻറ്റ് നെറ്റ്വർക്ക് ഞാൻ നോർത്തിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ്വേ റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. മിഡ്വേ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്, അവർക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ ഇതാണ് കൽസയിലുള്ള പെട്രോൾ പമ്പ് കേട്ടോ. ബുദ്ധിസ്റ്റുകളുടെ എന്തോ ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണെന്ന് തോന്നുന്നു കേട്ടോ. രസമുണ്ട് കൺസ്ട്രക്ഷൻ കാണാനായിട്ട്. ബ്രോയുടെ ഒരുപാട് ബോർഡുകൾ കാണാം കേട്ടോ. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ ബി കെയർഫുൾ അബൌട്ട് ഷൂട്ടിംഗ് സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട്, ഇത് കണ്ടില്ലേ, ഷൂട്ടിംഗ് സ്റ്റോൺസ് എന്നവരെ പറയുന്നത് ഈ പാറ പൊട്ടിയിട്ട് താഴോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ പാറകളുള്ള ഏരിയയിലാണ് അവർ ബി വെയർ ഓഫ് ഷൂട്ടിംഗ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. ആ പാറകല്ലുകളൊക്കെ ഇപ്പോൾ എൻ്റെ ഈ മുമ്പിലുള്ള ഇവിടേക്ക് ഈ പാറയൊക്കെ എവിടുന്നോ പൊട്ടിയിട്ട് താഴോട്ട് വന്നതാണ്. ഇങ്ങനെ ഏത് സമയവും വേണമെങ്കിൽ പാറകൾ താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതുപോലെ കൂറ്റൻ പാറകൾ റോഡിലേക്ക് വീഴാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ അത് കെയർഫുള്ളായിട്ട് പോകാനാണ് ഇവർ ഉദ്ദേശിച്ചത്. ഇതുപോലെ യാത്രക്കാർക്ക് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഹൈവേയിൽ, നാഷണൽ ഹൈവേ 1 ശ്രീനഗർ ടു ലേ ഹൈവേയിൽ ഇങ്ങനെ ലോറിക്കാരും മറ്റുമൊക്കെ ഇവിടുന്ന് വെള്ളം എടുക്കാറുണ്ട്. കുടിക്കാൻ പറ്റുന്ന വെള്ളമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്ത് നല്ല സീനാണെന്ന് നോക്കിയേ. ചുവപ്പ്, മഞ്ഞ, പച്ച ഒക്കെ കളറുള്ള മലകൾ, അതിൻ്റെ മേലെ നീല ആകാശം, ചില സ്ഥലത്ത് വെള്ള പഞ്ഞിക്കെട്ട് പോലെ മേഘം. നല്ല ഫോട്ടോ ഫ്രെയിമുകളാട്ടോ അതൊക്കെ. ഇവിടെ ലഡാക്കിൽ ആളുകളുടെ വീടുകളുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ വീടുകളുടെ സ്ട്രക്ചർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
നമുക്ക് ഈ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളുടെയൊക്കെ ഏകദേശം ഒരു സാമ്യതയൊക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ ഈ വീടുകൾക്ക്. എല്ലാ വീടുകളും ഇതേ മോഡലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ബുദ്ധിസ്റ്റുകളുടെ വീടുകളാണെന്ന് തോന്നുന്നു. എല്ലാ വീടുകളുടെയും ജനലിൻ്റെ ആ ഒരു ഫ്രെയിമും അതൊക്കെ ഒരേ സ്ട്രക്ചറിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കേട്ടോ, നിമ്മു എന്ന് പറയുന്ന സ്ഥലത്താണ് അടുത്ത പെട്രോൾ പമ്പ്. നിമ്മു എന്ന് പറഞ്ഞ വില്ലേജിൽ ലാസ്റ്റ് പെട്രോൾ പമ്പിൻ്റെയും ഈ ഒരു പെട്രോൾ പമ്പിൻ്റെയും ഡിഫറൻസ് ഇൻ കിലോമീറ്റേഴ്സ് ഞാൻ നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് ഞാനിവിടെ എഴുതി കാണിക്കാം. കാണുന്നതാണ് കേട്ടോ സാൻസ്കർ വാലി. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഫ്ലുവൻസ് പോയിൻ്റ്, അതായത് നമ്മൾ അഴിമുഖം എന്നൊക്കെ പറയുന്നതാണോ എന്നറിയില്ല, രണ്ട് നദികൾ കൂടിച്ചേരുന്ന സ്ഥലം, അതിനാണ് കോൺഫ്ലുവൻസ് പോയിൻ്റ്, റിവർ കോൺഫ്ലുവൻസ് പോയിൻ്റ്. സാൻസ്കർ നദിയും അതുപോലെ തന്നെ സിന്ധ് നദിയും കൂടെ കൂടിച്ചേർന്ന പോയിൻ്റാണ് കേട്ടോ. സോറി, സിന്ധ് നദിയല്ല, സാൻസ്കർ നദിയും ഇൻഡസ് നദിയും കൂടെ കൂടിച്ചേരുന്ന പോയിൻ്റാണ്. അതിനെയാണ് കോൺഫ്ലുവൻസ് പോയിൻ്റ് എന്ന് ഇവർ പേരിട്ടിരിക്കുന്നത്. സോ ജസ്റ്റ് 2 kilometers away from me. ഇവിടെ ഒരു ഫോട്ടോഗ്രാഫി ഒക്കെ നടക്കുന്നുണ്ട്. സോക്സ്പാനിമു വേ ടു സംഗം. യെസ്, സോ ഇതാണ് വഴി. നമ്മുടെ രണ്ട് നദികൾ കൂടിച്ചേരുന്ന പോയിന്റിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ. യെസ്, അങ്ങനെ ഞാൻ എൻ്റെ ഇന്നത്തെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ്. സംഗം അല്ലെങ്കിൽ കോൺഫ്ലുവൻസ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് സാൻസ്കർ നദിയും ഇൻഡസ് നദിയും കൂടെ കൂടിച്ചേരുന്ന പോയിൻ്റ്. സംഗം കഫേയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഒന്ന് താഴോട്ട് ഇറക്കാം, എന്നിട്ട് ആ നദിയുടെ കാഴ്ചയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം. യെസ്, ഇത്രയും പോയാൽ മതി. ഇനി പോയാൽ ചിലപ്പോൾ നദിയിലേക്ക് വീഴും. സോ ഇതാണ് സംഗം അല്ലെങ്കിൽ കോൺഫ്ലുവൻസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ എൻ്റെ സെക്കൻഡ് ഡെസ്റ്റിനേഷനാണ്. ലമയൂരു മോണസ്ട്രിക്ക് ശേഷമുള്ള എൻ്റെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. സോ കോൺഫ്ലുവൻസ് പോയിൻ്റ് അല്ലെങ്കിൽ സംഗം എന്ന് പറയുന്നത് ഇതാണ്. അതായത് അവിടെ നിന്ന് ഒരു നദി ഒഴുകി വരുന്നു, ഇവിടെ നിന്ന് വേറൊരു നദി ഒഴുകി വരുന്നു. ഇൻഡസ് നദിയും അതുപോലെ തന്നെ സാൻസ്കർ നദിയും കൂടെ കൂടിച്ചേരുന്ന കോൺഫ്ലുവൻസ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു സംഗം എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അവിടെ നിന്ന് വരുന്നത് ഇൻഡസ് നദിയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരുന്നത് സാൻസ്കർ നദിയും കൂടെയാണ് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്ന് ഇവിടെ നിന്ന് ഒരൊറ്റ നദിയായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. പോകുന്ന ഗുരുദ്വാര പത്തർ സാഹിബ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ കണ്ട സംഗം അല്ലെങ്കിൽ കോൺഫ്ലുവൻസ് പോയിൻ്റിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ്. ഹൈവേയിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ഉള്ളോട്ട് പോകണം. ഗൂഗിൾ മാപ്പ് എന്നെ പറ്റിച്ചതാട്ടോ. ഇത് ഹൈവേയിൽ തന്നെ ആയിരുന്നു ഈ പത്തർ സാഹിബ് ഗുരുദ്വാര. വെറുതെ എന്തിനോ ഉള്ളിലൂടെ ഉള്ള ഏതോ റോഡൊക്കെ എടുപ്പിച്ചു. എന്തായാലും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് പത്തർ സാഹിബ് ഗുരുദ്വാരയിൽ. ഇനി ഇവിടെ നിർത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകളും കൂടെ കണ്ടിട്ട് ലേയിലേക്ക് പോവാം. ലേ ശ്രീനഗർ ഹൈവേയിൽ ലേ എത്തുന്നതിന് ഒരു 25 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ ഒരു പത്തർ സാഹിബ് ഗുരുദ്വാര ഉള്ളത്. 1515 മുതൽ 1518 വരെ ഒരു 3 വർഷം നീണ്ടു നടക്കുന്നൊരു യാത്ര ഗുരു നാനാക്ക് ദേവ്ജി, അതായത് സിഖ് മതത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഗുരു നാനാക്ക് നടത്തി. ആ ഒരു യാത്രയിൽ അദ്ദേഹം ഇന്ത്യ, നേപ്പാൾ, സിക്കിമിലെ കുറച്ച് ഭാഗങ്ങൾ, ഇന്ത്യയിലെ ടിബറ്റ് റീജിയൻ, അതുപോലെ തന്നെ യാർഖണ്ഡ്, അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉള്ള ഈ ലേ റീജിയനിലൊക്കെ അദ്ദേഹം യാത്ര ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ഈ ഒരു പത്തർ സാഹിബ് ഗുരുദ്വാരയിൽ അദ്ദേഹം 1517 ഈ യാത്രയിൽ അദ്ദേഹം ഇവിടെ എത്തിയത്. ഈ ഗുരുദ്വാരയെയും അതുപോലെ തന്നെ ഗുരു നാനാക്കിനെയും കുറിച്ചുള്ളൊരു ഐതിഹ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇവിടുത്തെ ജനങ്ങളെ മൊത്തം ബുദ്ധിമുട്ടിച്ചൊരു അസുരൻ, ഒരു ദുർഭൂതം ഇവിടെ ജനങ്ങളെയൊക്കെ കൊന്നു തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഗുരു നാനാക്ക് ഇവിടെ എത്തുകയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്. ഇതൊക്കെ കണ്ട് ദേഷ്യം പിടിച്ച് ഈ ഒരു ദുർഭൂതം അസുരൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലമുകളിലുള്ള പാറക്കെട്ടുകളിൽ നിന്ന് പാറകൾ ഈ ഗുരു നാനാക്കിൻ്റെ ശരീരത്തിലേക്ക് ഇടുകയും ആ പാറകൾ ഗുരു നാനാക്കിനെ പുണരുന്ന പോലെ അനുസരണയോടെ നിൽക്കുന്നതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇയാൾ ഗുരുവിനോട് മാപ്പ് അപേക്ഷിച്ചിട്ട് പിന്നീട് ഗുരുവിൻ്റെ ശിഷ്യനായി എന്നാണ് ഈ ഒരു ഐതിഹ്യം പറയുന്നത്. അതിനുശേഷം ഗുരു ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് അയാളോട് അഭ്യർത്ഥിക്കുകയും ഈ അസുരനോട് അഭ്യർത്ഥിക്കുകയും അതിനുശേഷം അസുരൻ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങി. അതിനുശേഷം ഗുരു കാശ്മീർ ഭാഗത്തേക്ക് പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന ആ പാറക്കല്ലാണ് നമ്മൾ ആ ഒരു ഹോളി റോക്ക് എന്ന് പറയുന്നത്, വിശുദ്ധ പാറ എന്ന് പറയുന്നത്. ഈ ഒരു അസുരൻ ഗുരു നാനാക്കിൻ്റെ ശരീരത്തിലേക്ക് തള്ളിയിട്ട ആ പാറ, അത് ഗുരു നാനാക്കിനെ വാരിപ്പുണർന്ന ആ പാറയാണ് ആ കാണുന്നത്. സോ ഇന്നത്തെ എൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ഹാൾ ഓഫ് ഫെയിം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ സ്മാരകമായിട്ടാണ് ഈ ഒരു ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിയം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ആ യുദ്ധത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും യൂസ് ചെയ്തിട്ടുള്ള ആർമി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ലേ ടൗണിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്നത്. ഏകദേശം വിത്തിൻ 5 കിലോമീറ്റർ റേഞ്ചിലാണ് ഈ ഹാൾ ഓഫ് ഫെയിം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 7 മണി വരെയാണ് എൻട്രി ടൈം എന്ന് പറയുന്നത്. ഫീസ് എന്ന് പറയുന്നത് 25 രൂപ പെർ പേഴ്സൺ. അതുപോലെ തന്നെ ഫോട്ടോയോ വീഡിയോ എടുക്കണമെങ്കിൽ 50 രൂപ എക്സ്ട്രയും കൊടുക്കണം. ഈ മ്യൂസിയത്തിനകത്ത് അന്ന് ആ യുദ്ധത്തിൽ നമ്മുടെ ആർമിക്കാർ യൂസ് ചെയ്തിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ അവരുടെ മിലിറ്ററി ഐറ്റംസ്, അതുപോലെ തന്നെ പാകിസ്ഥാൻ ആർമിയുടെയും എക്യുപ്മെൻറ്റ്സ്, ഇന്ത്യ പിടിച്ചെടുത്ത എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ലഡാക്ക് റീജിയൻ്റെ കൾച്ചറ്, ജിയോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ്, അങ്ങനെ കുറേ ഫോട്ടോഗ്രാഫ്സും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ ആ യുദ്ധസമയത്ത് പട്ടാളക്കാർ എഴുതിയിട്ടുള്ള അവരുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിട്ടുള്ള കത്തുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമുക്ക് സുവനിയേഴ്സും വാങ്ങാൻ പറ്റും കേട്ടോ. ഈ പറഞ്ഞ യുദ്ധത്തിൻ്റെ ബേസിലുള്ളതും അതുപോലെ തന്നെ ലഡാക്ക് റീജിയൻ്റെ ബേസിലുള്ളതുമായിട്ടുള്ള ഒരുപാട് നമുക്ക് സുവനിയേഴ്സ് വാങ്ങാം. ടീഷർട്ട് അതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും.